they'll tell like Navra. Malayalatile Marra means not Marra, it is Marra. ഞാൻ ചിന്തിച്ച കോയമ്പത്തൂരാരനാ, അപ്പൊ കുഴപ്പമില്ല, മലയാളം കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. I'm reading 2-3 scenes and all this. 4 days I'm reading. ഒന്നും ഇല്ല. ആൺ സൗഹൃദം, മീശ എന്ന പേര് വരാനും ഒക്കെ കാരണം ഈ ആൺ സൗഹൃദമായിരുന്നു. Prithviraj sir, when I was crossing, he told and said like, I saw Pariyarum Perumal and I really loved it. Tamil morning 6:30 to evening 6:30 call time. Today morning 6:30 start ചെയ്ത് excited. Okay, first day, let's do good. Evening 6:30 ആയി എങ്ങനെ today. Then every day this one call sheet is from 6:30 to night 10 o'clock. I told my friends, 25 days வாகமன்ல தான் இருப்பேன், நீ வந்து வா நம்ம வாகமன்ல சில் பண்றோம். ஓகே அப்படின்னு போய் 4 daysல I called them back. It's like வந்துராத. Everything in the COVID and all only Malayalam. Where my mom, dad, everyone will sit, Malayalam padama podu. I actually wanted to work with Bhagat sir, Tovino and all this to know how they are processing a character. ക്യൂ സ്റ്റുഡിയോയിൽ മീശ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നടൻ ഖദർ, സംവിധായകൻ MC ജോസഫ്. നമ്മൾ ആദ്യം മലയാളത്തിലേക്ക് സ്വാഗതം ഖദറിന്. ഖദറിനോട് ഞാൻ എന്തായാലും മലയാളത്തിൽ ചോദിച്ചാൽ ഖദർ തമിഴിൽ സംസാരിക്കുന്നതാണ് വിചാരിക്കുന്നത്. നമ്മള് സംസാരിച്ചു തുടങ്ങുന്നതിൽ എല്ലാ മിക്സ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് ഖദർ. ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം വികൃതി സുരാജിന് ബെസ്റ്റ് ആക്ടർ പെർഫോമൻസിന്റെ തന്നെ ഒരു പശ്ചാത്താപം കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. വികൃതിക്ക് ശേഷമുള്ളൊരു സിനിമ, അവിടെ ഒരു ഇത്ര പ്രോമിനന്റ് റോളിലേക്ക് ഖദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴിൽ അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൊരു ആക്ടറെ ചൂസ് ചെയ്യാൻ എന്താണ് ചോദ്യത്തിന് ഉത്തരവുണ്ട്. സിഗ്നിഫിക്കന്റ് റോൾ ചെയ്തിട്ടുള്ള ആക്ടർ അപ്പൊ അത് ചോദിക്കണ്ടായിരുന്നു, ഉത്തരം ചോദ്യത്തിലുണ്ട്. അപ്പോ പിന്നെ സ്ക്രിപ്റ്റിന്റെ ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. കഥാപാത്രം ഒരു തമിഴ് പാരന്റിങ് ചെയ്തിട്ടുള്ള, ഇവിടെ ജനിച്ചു വളർന്നൊരു കഥാപാത്രം. പിന്നെ ചലഞ്ച് വാസ് മലയാളം ഇദ്ദേഹം എങ്ങനെയായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. ഞാൻ വിചാരിച്ചാലും എനിക്കൊരു ലേണിംഗ് ആയിരുന്നു. ഞാൻ വിചാരിച്ചാലും ഭയങ്കര ടഫാണ്. ഒരു റീജിയൻ മാറി, ഭാഷ മാറി, സംസ്കാരം മാറി അഭിനയിക്കുക എന്നുള്ളത്. അതിൻ്റെ സ്ട്രഗിൾ എല്ലാം നമ്മൾ കണ്ടു. ബട്ട് താങ്ക്സ് ടു ഹിം ബ്രില്യൻ്റ്ലി ഹി ഓവർകം ഓൾ ദ ചാലഞ്ചസ്. ആ ചാലഞ്ചസ് എല്ലാം പുള്ളി ബ്രില്യൻ്റ്. അപ്പോൾ നമ്മുടെ നടന്മാരും നമ്മുടെ ആർട്ടിസ്റ്റുകളും മറുഭാഷയിൽ പോയി ഇപ്പോൾ ഫഹദ് അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരൊക്കെ പോയി ചെയ്തു വെക്കുന്നത് കാണുന്നതിൻ്റെ എന്തുകൊണ്ട് അത് കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടണമെന്ന് നമുക്ക് മനസ്സിലാവുന്നതും നമ്മൾ അത്തരം ഒരു കാര്യത്തിലൂടെ പോയപ്പോഴാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഖദറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. പിന്നെ ഖദറിലേക്ക് എത്തിച്ചേർന്ന ഉത്തരം അതിലുണ്ട്. വളരെ സെറ്റിലായിട്ട് നമുക്ക് നമ്മുടെ ഒരു മീറ്ററിൽ അഭിനയിക്കുന്ന ആളെന്നുള്ളതാണ് ഖദറിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ലെസ് ചലഞ്ച് മലയാളിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും സിനിമയുടെ ചലഞ്ച്. അപ്പൊ അങ്ങനെയാണ് ഖദർ വരുന്നത്. പിന്നെ കോയമ്പത്തൂരുകാരനാണ്. കോയമ്പത്തൂരില് അതെല്ലാം വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ ചിന്തിച്ച കോയമ്പത്തൂരുകാരനാണ്, അപ്പൊ കുഴപ്പമില്ല, മലയാളം കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പാലക്കാട് നിയർബൈ സ്റ്റേറ്റ്. ബട്ട് കോയമ്പത്തൂരില് ഐ ഹവ് നോട്ട് ഈവൻ ഹേർഡ് മലയാളം. நான் படிச்சது ஈரோட்ல. ஸோ காலேஜ் கோயம்புத்தூர். நோ மலையாளி ஃப்ரெண்ட்ஸ், நோ மலையாளம் ஃபிலிம், நத்திங். when I till I finish college அது வரைக்கும் மலையாள படம் பார்த்தது கூட இல்லை. ஃபிலிம்ஸ் வந்ததுக்கு அப்புறமேல கீர்த்தி சுரேஷ், கீர்த்தியோட ஃப்ரெண்ட்ஸ் எல்லாம் மலையாளி. ஸோ எல்லாரும் நல்ல க்ளோஸ் ஃப்ரெண்ட்ஸ். ஸோ ஆல்வேஸ் இந்த மலையாளம் ஈவன் when we are there മലയാളത്തിൽ സംസാരിക്കുമ്പോൾ அந்த ടോണ് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം വാസ് ലൈക്ക് എ ബിഗ് ഹെൽപ്പ് ആൻഡ് ഒരു കോൺഫിഡൻസ്. ഓക്കെ, സം ടോൺ അറ്റ്ലീസ്റ്റ് വി നോ മലയാളം. there also ഇതവിടെ ബാഡ് ബ്രോക്കൻ മലയാളം ഐ ടോക്ക് ഇൻ എ ഫണ്ണി വേ. സോ സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ്. അവളോதான் മലയാളം தெரியும். ഇപ്പോൾ തമിഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖദർ എന്ന് പറയുമ്പോൾ മലയാളിക്ക് അവിടെ ഏറ്റവും ഒരു ബ്രേക്ക് ത്രൂ റോൾ എന്ന് പറയുന്നത് പരിയറും പെരുമാളാണ്. അത്ര ടച്ചിങ് ആണ്, ഹോണ്ടിങ് ആണ്. സുഴലുണ്ട്, അല്ലെങ്കിൽ വിക്രം വേദയിലെ പുള്ളിയുണ്ട്, വിജയ്ക്കൊപ്പമുള്ള ക്യാരക്ടർ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും മലയാളിക്ക് പരിയറും പെരുമാളിന് അത്രയും ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്.
മലയാളത്തിലൊരു ഫിലിം ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താ അതിലൊരു ക്രൈറ്റീരിയ ചേഞ്ച് ഉണ്ടോ? ഇപ്പൊ ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള റീസൺ ചോദിച്ചാൽ ഫസ്റ്റ് ലൈക്ക് എനിക്ക് പെർഫോം ചെയ്യ സംതിങ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. the film might work great, not every film அப்படி யோசிச்சு தான் பண்ணுறோம். இந்த படம் சூப்பராக வரணும், பயங்கரமாக வரணும் அப்படின்னு தான் வி திங்க் இன் எவ்ரி ஃபிலிம். ஐ ஆல்சோ திங்க் த சேம் வே. இதில் ஒரு எக்ஸ்ட்ரா லேயர், ஒரு ட்ரஸ்ட், லைக் ஓகே இந்த ஷேட்ஸ் ஆஃப் கேரக்டர் ஐ கேன் புல் ஆஃப் இன் அ நியூ லாங்குவேஜ். அந்த ட்ரஸ்ட் எம்சி சார் ஹேட், ஐ டென்ட் ஹேவ். பிஃபோர் ஒரு 20 days முன்னே ஐ கால்ட் எம்சி சார் அண்ட் சார், சார் நான் ஸ்கிரிப்ட் ஃபுல்லாக வாய்ச்சு, லைக் சமன் ரெட் இன் மலையாளம் இங்கிலீஷ். ஐ ட்ரைட் ഫോർ 3-4 days മംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മംഗ്ലീഷ് എഴുതി കൊടുത്തു പഠിക്കാൻ വേണ്ടി. പഠിക്കാൻ അപ്പോൾ ഐ എം സിറ്റിംഗ് ആൻഡ് റീഡിങ്, there is one more person to help. I am reading 2-3 scenes and all those. 4 days I am reading. ഒന്നും ഇല്ല. അപ്പോൾ I got panic, nervous ആയി. അപ്പോൾ then I thought, and one day I called MC sir, sir, still 20 days plus is there for shooting. இப்போ கூட ஒன்றும் பிரச்சனை இல்லை, நீங்கள் நல்ல ஆர்டிஸ்ட், மலையாளம் பேசுகிற மாதிரி இருந்துச்சு. பிகாஸ் ஐ டோன்ட் ஹாவ் எனி கான்ஃபிடென்ஸ் அண்ட் நான் லாஸ்ட் 4 days நான் ட்ரை பண்ணுறேன், பட் என்னால் முடியல. ஐம் நாட் ஏபிள் டு கெட் த 100% மீனிங். வித்தவுட் நோயிங் த மீனிங் ஐம் நாட் ஏபிள் டு பர்ஃபார்ம். அண்ட் இது பை ஹார்ட் பண்ணி பேசுறதும் இல்லை. யூ ஹேவ் பாடி லாங்குவேஜில் ஏதாச்சும் ஸ்மால் இம்ப்ரவைசேஷன் ஆல்சோ யூ ஷுட் நோ. அந்த லாங்குவேஜ் தெரிஞ்சால் தான் இதுன்னு இருக்கும். உங்கள் விஷன் வந்து நான் கண்டிப்பாக கெடுத்துருவேன், நீங்கள் எப்படியோ ஒன்று. ஓ ஹி வாஸ் லைக் இல்லை ஃபர்ஸ்ட் ஹி ஸ்டார்டட் லைக் 60% மலையாளம் பேசினா லிப்சிங்க் இருந்தா ஓகே. தென் ஆஃப்டர் கம்மிங் ஹியர் ஹி செட் 80. தென் ஐ வாஸ் லைக் சார், இதுக்கப்புறம் I will try to do the best possible to get the 100% lip sync, or else I should not do this. It is not right to do this also. So I'll read 3 hours a day. Evening shoot കഴിഞ്ഞ പിന്നെ I'll go sit and read next day's dialogue മൊത്തം വായിച്ച്. ഇപ്പോൾ കലീഷിന് ഒരു ചേട്ടൻ കലേഷ് he was there all day, language practice. He would have forgotten Malayalam. എല്ലാം മലയാളത്തിൽ from top to bottom, from morning till night I'll have him പഠിച്ച്. അപ്പോൾ കലീഷേട്ടൻ മലയാളത്തിൽ പഠിക്കും, ഞാൻ തിരിച്ച് സംസാരിക്കും. இதுதான் our routine was. And after like 5 days it's like I will finish this film somehow without being bad. அந்த கான்ஃபிடன்ஸ் வந்துச்சு. Those 5 days, it was like one ஃபைனல் எக்ஸாமுக்கு சுத்தமா எதுவுமே தெரியாம போய் எக்ஸாம் எழுதுன. அப்படி படிச்சதே இல்லையா லைஃப்ல. பப்ளிக் எக்ஸாமுக்கு கூட அப்படி படிச்சது இல்லை. மலையாளம் அண்ட் மலையாளம் ஃபாஸ்ட், வெரி ஃபாஸ்ட். தமிழ் மாதிரி கொஞ்சம் ஸ்லோவா இது இல்லை, ஃபாஸ்ட் ஆயிட்டு സംസാരിക്കണം. ஸோ it is a very different experience of lifetime for me. ഇപ്പൊ ഈ സിനിമ എടുത്ത ഇപ്പൊ വികൃതി നമുക്കറിയാം ഒരു ആക്ച്വൽ ഇൻസിഡന്റ് കണക്ട് ചെയ്താണ്. ഇതിപ്പോ മൾട്ടിപ്പിൾ ഇൻസിഡന്റ് ഇൻസ്പയർഡ് ആയിരിക്കും ഉറപ്പായും. പക്ഷെ ഇതൊരു ഒരു ഷേക്സ്പീരിയൻ ടെയില്, അതിന്റെ നല്ലൊരു അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പാടില്ല, ഒരു മൾട്ടിപ്പിൾ ഷേക്സ്പീരിയൻ ഇമോഷനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സിംഗിൾ ഫിലിം പോലെയാണ്. അതിനൊരു ഫോറസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ശരിക്കും ഇതിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ വന്നത് എങ്ങനെയാണ്? ഇതിന്റെ കാടിനകത്ത്, കാട് എന്നുള്ള എല്ലാ അർത്ഥത്തിലും നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു സിനിമയാണ് മീശ. ഇത് ബേസിക്കലി സൗഹൃദമാണ് സംസാരിക്കുന്നത്. സിമ്പിളായിട്ട് ഒരു ആൺ സൗഹൃദം. മീശ എന്ന് പേര് വരാനും ഒക്കെ കാരണം ഈ ആൺ സൗഹൃദമായിരുന്നു. പക്ഷെ ആൺ സൗഹൃദത്തിൽ എനിക്ക് തോന്നുന്നു ഈ വാക്ക് കുറെ ഡൈല്യൂട്ട് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ജിമ്മേറ്റ്സ്, കോളേജ് മേറ്റ്സ്, അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഫ്രണ്ട്സാണ്. സോഷ്യലിലാണെങ്കിൽ വിർച്വൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഡൈലൂഷൻ വന്ന് എല്ലാവരും ഫ്രണ്ട്സ് ആവുന്ന ഒരു, പക്ഷെ നമ്മളിൽ ഹാൻഡ്ഫുൾ ഓഫ് ഒരു ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും കുറച്ചെങ്കിലും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സുഹൃത്തുക്കളെ കുറിച്ചാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ അവിടെ ഇമോഷൻ ഉണ്ട്. ഇമോഷൻ വന്നാൽ കുറേ കുഴപ്പങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബാധ്യതകളെല്ലാം വരും ഇമോഷൻ്റെ. അവിടെ വിചാരിച്ച പോലെ കാര്യം നടക്കാണ്ട് വരുമ്പോൾ നിരാശ വരും. അയാൾ ചിന്തിച്ച രീതി ശരിയല്ല, പിന്നെ സങ്കടമാവും, ദുഃഖമാവും, ഫൈറ്റാവും. ഈഗോ ഉണ്ടെങ്കിൽ അത്, പിന്നെ അടുത്ത ഈഗോ വരുമ്പോൾ തീർച്ചയായും പിന്നെ അവിടെ കോമ്പറ്റീഷൻ വന്നു. പിന്നെ നമ്മൾ
അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ അതിനൊരു ഭംഗിയൊക്കെ ഉണ്ട്, ഇമോഷണൽ വന്നതുകൊണ്ടാണ് അതൊക്കെ എന്നുള്ളത്. പക്ഷെ ആ ഭംഗിക്കപ്പുറം വേറെന്തും കൂടി ഉണ്ട്, ഒരു കുഴപ്പം പിടിച്ചൊരു ഭംഗിയത്. അതിനൊരു കാടിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് തോന്നി. അതായത് മൊത്തം ഭയങ്കര ഭംഗിയാണ്, പക്ഷെ ഒരു പൊന്തയുടെ അപ്പുറം ഏത് സമയത്ത് ഒരു വൈൽഡ്നെസ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ചാടി എന്തെങ്കിലുമൊക്കെ വരാം. അത് കാട്ടിൽ പോയപ്പോൾ തോന്നിയിട്ടുള്ളതില്ല, വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കാട്ടിലൊക്കെ പോയ സമയത്ത് തോന്നിയിട്ടുള്ളൂ ഭയങ്കര ബ്യൂട്ടിഫുൾ, പക്ഷെ പേടിക്കണം എന്ന് പറയുന്ന ഈ അവസ്ഥയാണ് ഈ സൗഹൃദത്തിന് തോന്നിയത്. അങ്ങനെയാണ് ഇത് കാട് കൊള്ളാലോ, കാടിൻ്റെ സെയിം സ്വഭാവമാണ് ഇവർക്ക്. കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിയും തമാശ പറയുന്നത് കെട്ടിപ്പിടിക്കുന്നു, പക്ഷെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് ഇവർക്ക്. ഈ സിനിമയുടെ കഥാപശ്ചാത്തലം അതാ. അപ്പൊ ആ കാടിന്റെ സ്വഭാവം തന്നെ ആയതുകൊണ്ടാണ് കാട് എന്നുള്ളത് പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ ഒരു സാധാരണ ഒരു സ്പേസിൽ ഈ കഥ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധാരണ കഥയായി പോകുന്നുള്ളൊരു ചലഞ്ചും ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറെന്റ് എൻവയൺമെന്റ് വേണമെന്നുള്ള ചിന്ത വന്നത്. അതാണ് കാട്ടിലേക്ക് പോയത്. ഇതില് നോക്കിക്കഴിഞ്ഞാൽ ആക്ടേഴ്സും കുറച്ചുകൂടി ഇന്റൻസ്, ഇപ്പം നമ്മൾ ഇവിടുന്ന് വരുന്നത് പോലെ തന്നെ മലയാളത്തിൽ നിന്നും ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഷൈൻ ടോം ആണെങ്കിലും സുധി ആണെങ്കിലും ഹക്കീം ആണെങ്കിലും അങ്ങനെ ഒരു ഇന്റൻസ് പ്ലേ പോലാണുള്ളത് സിനിമ വന്നേക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിങ്ങളുടെ ഒരു പെർഫോമൻസ്, നിങ്ങളുടെ കോമ്പിനേഷൻ ഒക്കെ? என் மைண்ட் வேற பெர்ஃபார்மன்ஸ்க்கு போகல, என் பெர்ஃபார்மன்ஸ் ஏதாச்சும் வருமாங்கிற சுச்சுவேஷன்ல தான் ஐ ஸ்டார்டட். ஸோ பட் every time when Shine Tom performs, I'll go watch. I'll go to the monitor even if I'm not having scenes. He's not having shoot with Shane. Actually combinations illa. പക്ഷേ you will come. I'll come. You want to watch. I actually came here to steal however the practices and however the ideologies, preparations what they are doing, because subtle performance and subtle intense performance and stylized, and I really love Fagad sir's performance, Tovino's performance. There are so many like Joju sirs and Yugi onnichu cheyum cheytadu. Yeah, and Mamuka's performance, like illa subtle. And I have met Mamuka sir also in Peranbu set, because I was doing Pariyaram Perumal at the time. So Marina is Ram sir's assistant. So I met him and he was like very silent. He spoke like in the Perum. Okay. But in that also I have heard one thing where he performed and it's like இன்னும் கொஞ்சம் மீட்டர் ஜாஸ்தி போகலாமா அப்படின்னு சார் லைக் இல்லை இது பிக் ஸ்க்ரீனுக்கு இது கரெக்டாக இருக்கும் அப்படின்னு மமுகா சார் இட்ஸ் லைக் தட் மச் ஆஃப் like experience and confidence in that performance. So I came here to actually watch, learn more things, and the writers who value small emotions and make that as a big film, and audience here celebrate life. This in day to day life la cooking, eating, இதோட daily celebration தான் எனக்கு தமிழ்ல இருந்து இங்க நிறைய படம் பார்க்குறப்போ it will be large. அது வந்து it is a day to day life, but ஆனா அதை வந்து செலிப்ரேட்டடா காமிக்கிறது வந்து I really loved. So that is my main intention to do Malayalam films. ഇത് പെരിയവൻ പെരുമാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെരിയവൻ പെരുമാളിന്റെ ഫസ്റ്റ് ഡേ ഇപ്പുറത്തെ മണ്ഡലത്തിനും സിനിമയാണ്. പെരിയവൻ പെരുമാൾ വരുന്നു. ഓക്കെ, മാരി സെൽവരാജിന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിട്ടില്ല, എങ്ങനെയാണ് അതിന്റെ അപ്രോച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ പെരിയവൻ പെരുമാൾ ഒരു നെക്സ്റ്റ് വീക്ക് ഒക്കെ എത്തുമ്പോഴേക്ക് ഇന്ത്യ മുഴുവൻ ഡിസ്കസ് ചെയ്യാണ്. കേരളത്തിലൊരു മലയാളം പടം പോലെ അതിന്റെ ഡിസ്കഷൻ ഇതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എൻറ്റയർ അതിന്റെ പൊളിറ്റിക്സും അതിന്റെ ക്ലൈമാക്സ് അടക്കം ഡിസ്കസ് ചെയ്യാണ്. ഒരു ഡേ 1 ഓർമ്മയുണ്ടോ പെരിയവൻ പെരുമാൾ റിലീസ് ഡേ? When I was doing Pariyaram Perumal, I know that this film will be good. It will be a good film, critically acclaimed film. That I know. But commercially hit and Malayalatile kore aalkar kandittunna when I know is when I went to Saima and Prithviraj sir, when I was crossing, he told and said like I saw Pariyaram Perumal and I really loved it. That is the first, I think that was the first Malayalam person who I have spoke after Pariyaram Perumal. And aprom when I was traveling to Kochi and kore aalkar recognize aidadu Pariyaram Perumal. Yeah.
அப்போதான் எனக்கு தெரியும். It happened like 5 years, 6 years back, and அப்போ I went and told my brother, it's like Prithviraj had told like he really loved Pariyerum Perumal. I've done a great job and all those. அப்போதான் எனக்கு actually தெரியும் people have seen impacted and watched. ഇപ്പോഴും അല്ലേ, ഇപ്പം കതിർ എവിടെ പോകുമ്പോഴും ഒരു അപ്രീസിയേഷൻ പരിയാരം പെരുമാളിന്റെ 100% Pariyerum Perumal. And right now as OTT also have come, Sulal is also added. ഈ പരിയാരം പെരുമാളിന്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അല്ലേ? എന്തായിരുന്നു ഈ കാണാൻ പോകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു? இல்ல எனக்கு எப்பவுமே அந்த ஜட்ஜ்மெண்ட் இல்ல லைக் ஒரு படம் பார்த்துட்டு இந்த படம் சூப்பரா போகும், எஸ்பெஷலி இஃப் ஐ ஹவ் ஆக்டட் ஐ வில் ஒன்லி see me. இப்ப எல்லா ஆൾக்காரும் அதுல இங்க ஒரு பெர்ஃபார்ம் இல்லனா someone should have performed too good, I missed that doing, அந்த மாதிரி ஒரு இது பண்ணாம விட்டுட்டேனே அப்படின்னு ஒரு பெர்ஃபார்மன்ஸ் ஐ வில் திங்க். இல்லனா ஐ வில் ஒன்லி see me while watching my film. ஸோ அப்படியெல்லாம் எனக்கு தோணவே இல்லை. ஐ டென்ட் ஈவன் நோ, ஈவன் சுழல் எந்த படமும் எனக்கு இதுன்னு தெரியாது. ஸோ ஆஃப்டர் த ரிலீஸ், ஆஃப்டர் 2 days 3 days ஒன்லி தே செட் இட் இஸ் குட் அண்ட் ஆல். அப்போ தியேட்டர் விசிட் போயிடும். ஃபினிஷ் ஆனதுக்கப்புறம் when everyone stood, clapped, and everyone came and hugged me and went. That is where I got to know, okay, it is more than what we thought. அப்படிதான் அது நடந்தது. ഈ ജൂലിയസ് സീസറിന്റെ ഒക്കെ കണക്ഷൻ പറയാണ്. അപ്പൊ ഒരു ബ്രൂട്ടസ് ഫാക്ടർ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ സിനിമയിൽ എല്ലാ കാലത്തും ചതി, വഞ്ചന, പ്രതികാരം എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പോർട്രയൽ, അതിനെ ട്രീറ്റ് ചെയ്ത രീതി മാറ്റി പിടിക്കുക എന്നുള്ളത്. ഉറപ്പായും കാട് പറഞ്ഞു, സൗഹൃദം പറഞ്ഞു. അപ്പൊ അത് മാറ്റി ചെയ്യണം, പുതിയൊരു ആലോചന വേണം. എന്നാലൊരു ഷേക്സ്പീരിയൻ ടെയിലിന്റെ അതിൻ്റെ ഒരു ടൊണാലിറ്റി ഒക്കെ വേണം എന്നുള്ളൊരു ആലോചന. അത് എത്രമാത്രം വലിയൊരു റിസ്ക് ആയിരുന്നു ഈ സിനിമയിൽ. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ വിഷ്വലൈസേഷൻ വലിയ സാഹസികതയാണ്. ഈ പറയുന്ന പെർഫോമൻസ് ഡ്രിവൺ ആണ് എൻ്റെ കഥ പോകുന്നത്. എന്നാൽ അത് പോകെയാണ് റിവീൽ ചെയ്ത് വരുന്നത്. അത് എത്രത്തോളം വലിയ ടാസ്ക് ആയിരുന്നു ഈ സിനിമയുടെ കാര്യത്തിൽ. വികൃതി വേറെ രീതിയിലായിരുന്നല്ലോ വികൃതിയുടെ ട്രീറ്റ്മെന്റ്. വികൃതിയുടെ പോലെ ആവരുത് ഒരു ട്രീറ്റ്മെന്റ് എല്ലാ മേക്കേഴ്സിന്റെ ഒരു ആവശ്യം ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാനും ചിന്തിച്ചത്. വികൃതി പോലെ അല്ലാത്ത ഒരു സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു. അങ്ങനെ ഇത് എഴുതി തുടങ്ങിയപ്പോഴാണ് ഇതിനകത്തൊരു ഒരു ഷേക്സ്പിയറിയൻ ടെയിലൊക്കെ ഫോം ചെയ്ത് വന്നതാണ്. നമ്മളൊരു ആദ്യത്തെ ആലോചന അങ്ങനെ ഒരു ടെയിൽ എഴുതിക്കളയാൻ ഒന്നുമില്ല. അത് എഴുതി വരുമ്പോഴാണ് വോട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഇത് അങ്ങോട്ടൊക്കെയാണല്ലോ പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് പല രീതിയിലും ഞങ്ങൾ ഡിസ്കഷനിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ അവിടെ തന്നെയൊക്കെ എത്തുന്നു. ആ ടെയിലിനെയൊക്കെ പോലെയൊക്കെ ഫോം ചെയ്ത് വരുന്നതായിട്ട് തോന്നി. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്ന്. പിന്നെ അതിനെ ആ വഴിക്ക് വന്നാൽ പിന്നെ ചിന്തിച്ചൂടെ എന്നുള്ളൊരു ചോദ്യം വന്ന് അങ്ങനെയൊക്കെ ആ ഷെയ്ഡൊക്കെ ഉപയോഗിച്ചു എന്നല്ലേ ഉള്ളൂ. മാസ്റ്റേഴ്സ് ഷെയ്ഡാണ്. ആ ഷെയ്ഡ് നമ്മൾ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ ഉപയോഗിച്ചു, ഒരു കൊതി കൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് പിന്നെ ഫോറസ്റ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫോം ചെയ്തതിന് ശേഷമാണ് ഈ ടെയിലൊക്കെ അതിനകത്ത് നമുക്ക് തെളിഞ്ഞു വന്നായിട്ട് തോന്നിയത്. പിന്നെ ഒബ്വിയസ്ലി പെർഫോമേഴ്സ്, നമ്മുടെ പെർഫോമേഴ്സ് ആണ് ഇതിനകത്തൊരു ഡിമാൻഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആദ്യ സിനിമയിൽ നേരത്തെ പറഞ്ഞാൽ സുരാജേട്ടനൊക്കെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ ഒരു ഞാൻ ആ റൂട്ടിലേക്ക് ചിലപ്പോൾ ഞാൻ അറിയാതെ തിരിഞ്ഞു പോയതായിരിക്കാം. എൻ്റെ ഒരു ട്രിപ്പായി മാറിയതായിരിക്കും. ഇത് കൊള്ളാലോ, ഒരു പെർഫോമൻസ് ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് രണ്ടാമത്തെ സിനിമ എഴുതി കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ. അപ്പൊ അങ്ങോട്ടാണ് വീണ്ടും വീണ്ടും പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു പെർഫോമൻസ് ഓറിയന്റേഷൻ എനിക്ക് എഴുത്തിലും അതിലും വരുന്നുണ്ടെന്ന് തോന്നിയത്. മറ്റൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും അങ്ങനെ വേറൊരു സ്ക്രിപ്റ്റ് ഇതിന് മുമ്പ് ഒരു സിനിമ നടക്കേണ്ടതായിരുന്നു. ആ സിനിമ കോവിഡ് സമയത്ത് അനൗൺസ് ചെയ്തിരുന്നു. ഷൂട്ടിങ്ങിന്റെ 5 ദിവസം മുമ്പാണ് കോവിഡിന്റെ സമയം വന്നിട്ട് അത് മുടങ്ങിയൊക്കെ പോകുന്നു. അതിലും ഇതുപോലെ പെർഫോമൻസ് ആയിരുന്നു, പെർഫോമൻസ് ഓറിയന്റഡ്. അപ്പൊ അങ്ങനെയാണ് മൂന്നാമത്തെ സ്ക്രിപ്റ്റ് ആയത്. അപ്പൊ ഈ മൂന്നാമത്തെ സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ ഓക്കെ അങ്ങനെ ഒരു ഓറിയന്റേഷൻ ഏത് സ്ക്രിപ്റ്റിലും അത് വരുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ അതങ്ങ് അഴിച്ചു വിട്ടു. ഓക്കെ അന്ന് അങ്ങനെ തന്നെ പോവാം, വന്ന വഴിയെ പോവാം എന്ന്. അങ്ങനെ വന്നപ്പോൾ എഴുതി വന്നപ്പോൾ ഈ പെർഫോമൻസ് ഓറിയന്റേഷൻ നന്നായിട്ട് ഇവരുടെ ഹെൽപ്പ്, തീർച്ചയായിട്ടും ഇവരുടെ കോൺട്രിബ്യൂഷൻ ഹൈ ആണ്. ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇപ്പൊ ഖത്തർ അടക്കമുള്ള ഇന്ത്യൻ ഫാക്ടേഴ്സ് ആണ് ഭയങ്കര റൂട്ടഡ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര്
അകത്തൊന്ന് വെച്ചിട്ട് പുറത്ത് പെരുമാറുന്ന ആളുകളാണ്. അപ്പൊ അത് ഭയങ്കര രസമുള്ള ഒരു പ്ലേ. ആ കാസ്റ്റിംഗ് ഭയങ്കര ടീം വർക്കാണ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൽ. എല്ലാ ചെറിയ ചെറിയ ഇപ്പൊ ശ്രീകാന്ത് മനസ്സിലാവില്ല, അത് ശ്രീകാന്ത് ഏട്ടന്റെ തന്നെ ഒരുപാട് എഫേർട്ട് ഉണ്ട് അതിനകത്ത്. ഐ ഡിഡ്ന്റ് ഈവൻ നോ. അപ്പോ യു ടോൾഡ് നോ അവര് ഹെയർ ഉള്ള ഇருந்து അവരോட ഒറിജിനൽ ഹെയർ ഇപ്പോ കണ്ടു റീസെന്റ് സ്ക്രീനിങ് மாதிரி. அப்போதான் even seeing him when I'm thinking it's like what all he has done. Like ഇത് റെഫറൻസ് എന്റെ തലയായിരുന്നു. നമുക്ക് ഇതുപോലെ തന്നെ പറയാം. ശ്രീകാന്ത് ഏട്ടൻ തന്നെ അത് ചൂസ് ചെയ്ത്. അപ്പൊ പിന്നെ നമുക്ക് ഇത് പിടിച്ചാലോ എക്സാക്ട്ലി അത് തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല മുടിയുള്ള ആളാണ് പുള്ളി. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കളഞ്ഞു ഇങ്ങനെ നാരികൾ പോലെ മാത്രം അങ്ങനെ നിർത്തി. അങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്തത്. മേക്ക് ഓവർ ചെയ്തിട്ട് ഞാനും ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. പുള്ളിയെ കണ്ടിട്ടാണ് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമുക്ക് എപ്പോഴും ആൾ മാറി ക്യാരക്ടറായി വരുമ്പോൾ കിട്ടുന്ന ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. പുള്ളി അത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കഥാപാത്രവും അങ്ങനത്തെയാണ്. ഒരു ഡൈനമിറ്റ് ബഷീർ എന്ന് പറയുന്ന ഒരു ഡൈനമിറ്റ് ഒക്കെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കി അവിടെ നാട്ടിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്ന ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കുരുത്തക്കേട് ചെയ്യുമ്പോഴാണ് ജീവിക്കണം തോന്നണത്. അല്ലെങ്കിൽ ഈ മരുന്നും കഞ്ഞിയും ന്യൂസ് ചാനലും മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ പരിപാടിയൊന്നും ഇല്ല. ക്യാൻസർ തേർഡ് സ്റ്റേജ് ഒക്കെ. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ബേസ് അതാണ്. അവിടെ നിന്നാണ് പുള്ളി ഈ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ വാണ്ട് ടു ഫീൽ ദ ലൈഫ് എന്നുള്ളത്. അപ്പൊ ഈ കഥാപാത്രം എല്ലാവരും ചൂസ് ചെയ്തതിനകത്ത് ടീം വർക്ക് ഉണ്ട്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ ലക്കിലി എവ്രിബഡി നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റുകളെ തന്നെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. കതിരാണെങ്കിലും ഹക്കീമാണെങ്കിലും സുധിയൊക്കെ മലയാള സിനിമ ഉപയോഗിക്കാനിരിക്കുന്ന മുത്തുകളാണ്. പിന്നെ ജീവചേട്ടൻ സർപ്രൈസ് എലമെന്റ് ഒന്നുമില്ല. ജീവചേട്ടൻ സർപ്രൈസ് എലമെന്റ് ആണ്. പിന്നെ ഒബ്വിയസ്ലി ഷൈൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും ഇത്. അപ്പൊ ഈ തിയേറ്ററിലേക്ക് വരാനുള്ള എൻ്റെ ഒരു പ്രോമിസ് തന്നെ അതാണ്, പെർഫോമൻസ്. നമ്മളുടെ ഫൈൻ യങ്സ്റ്റേഴ്സ് ആർട്ടിസ്റ്റുകളും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു സംഘം പെർഫോമേഴ്സിന്റെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതൊരു പ്രോമിസാണ്. ഇപ്പൊ എനിക്ക് കതിറിനോട് കൂടി ചോദിക്കാനാണ്. ഇപ്പൊ നൈറ്റ് ആംബിയൻസ് വരുമ്പോ, ഒരു വിഷ്വൽ നൈറ്റ് വരുമ്പോ, അല്ലെങ്കിൽ കാട് വരുമ്പോ എപ്പോഴും ഒരു ഇന്റൻസ് പെർഫോമൻസ് ആണല്ലോ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുക. ഒരു കാട്ടിനകത്ത് നടക്കുന്ന സിനിമ അല്ലെങ്കിൽ കൂടുതൽ നൈറ്റ് ആണ് വരുന്നതെങ്കിൽ അത് ശരിക്ക് എങ്ങനെ ഒരു ആഡ് ഓൺ പേഴ്സണലി ഒരു പെർഫോമൻസിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആകുന്നുണ്ടോ? എനിക്ക് ഫസ്റ്റ് ഐ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഡൂയിങ് இந்த ஃபாரஸ்ட் போர்ஷனோட. பிகாஸ் அதில் இப்போது காலனியில் ஒரு பர்ஃபார்மன்ஸ் வேர் சட்டில் ஐவ் டன் சம்திங் லைக் தட் பிஃபோர் ஆல்சோ அந்த மாதிரி இது. பட் இந்த மாதிரி பர்ஃபார்மன்ஸ் ஐ ஹவ் நாட் டன். அப்போது மலையாளத்தில் ஆல்ரெடி எல்லாமே நேச்சுரல் ஆக்டிங், எல்லாமே சட்டில் பர்ஃபார்மன்ஸ். அந்த சட்டிலில் ஒரு சின்ன வேரியேஷன் ஆஃப் த இன்னர் கிரட்ஜ் இன்சைட், அது எவ்வளோ தூரம் லைக் ஹவ் லாங் யூ கேன் எமோட் அண்ட் அதோட மீட்டர் இது கொஞ்சம் ஜாஸ்தியாக பெர்ஃபார்ம் பண்ணால். ஸோ எல்லா ஷார்ட்டு കഴിഞ്ഞുம் வெல்கம் எம்சி நாஸ்க் எம்சி சார் இது ஓகேவா, கொஞ்சம் ஜாஸ்தி எல்லாரும் கொஞ்சம் ஜாஸ்தியாக இருந்ததா? இல்லை கரெக்டாக இல்லை ஷுவராக கொஞ்சம் ஜாஸ்தியாக. இப்போ தமிழில் அது ஒரு மீட்டர் ஹை தே ரியலி லைக் வாட்சிங். ஸோ அது ரொம்ப கான்சியஸாக இதுன்ட்டு இருந்து. அப்போது ஒரு ஒன் மோர் ஷார்ட் ஆல்சோ, ஒரு சின்ன டீட்டெயிலிங் ஷார்ட்டில் இப்போ தமிழ்ல நவர்ரா மீன்ஸ் நவரு, லைக் நவர்ரா. மலையாளத்துல மார்ரா மீன்ஸ் not மார்ரா, it is மார்ரா. മലയാളത്തില് കടസി വരയ്ക്കും ആ ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയല്ലേ കാണിച്ചിരിക്കുന്നത്. അത് അവരുടെ ഒരു ലാംഗ്വേജ്. one more will do sir. Then till last I'll have the trip. This whenever that thing is coming, இது தப்பா போச்சுன்னு ஒரு இது இருக்கும். So I'll go and ask. I am the only one who has so many one more. For everything one more I'll ask. Sir, one more. இல்ல okay sir, only one more I'll try.
ശരിക്കും എംസിക്ക് ഇതൊരു ഡിഫറൻസ് ആണ്. ഇപ്പൊ കതിറിനെ പോലത്തെ ഒരാളേക്ക് ഇതിലേക്ക് വരുന്നു, മലയാളത്തിലുള്ള ഒരു പെർഫോമൻസ്. ശരിക്കും അങ്ങനെ ഒരു ഈ ഒരു ഞാനൊരു പെർഫോമേഴ്സിന്റെ ഒരു കളക്റ്റീവിനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഹാപ്പിനെസ് എന്താ? ഞാൻ പറഞ്ഞത് എന്തായാലും കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾ അല്ലാത്ത കുറെ ടാസ്കുകളുണ്ട്, അവിടെ തന്നെ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ട് ചെയ്യുന്നു, വേറെ തന്നെ ഒരു എക്സ്പെരിമെന്റൽ പരിപാടിയാണല്ലോ. അതെ, തീർച്ചയായിട്ടും അത് ആസ്വദിച്ചു സാർ, നന്നായിട്ട് ആസ്വദിച്ചു. കാരണം ബാക്കിയെല്ലാം നമുക്കറിയാലോ, ഈ കാട്ടിലാണ്, അത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള ക്രൂവിനൊക്കെ നമുക്ക് അവരെല്ലാം ചെയ്യാൻ പോകുന്നത് ഡിഫൈൻഡ് ആണ്. പക്ഷെ ഇവര് ചെയ്യാൻ പോകുന്നതാണല്ലോ നമ്മുടെ അവിടുത്തെ ആകെ ക്യൂരിയസ് എലമെന്റ്. ഇവരെന്തൊക്കെയാണ് അവിടെ? എൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്യേണ്ടാത്തത് എന്തെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണോന്ന് പറയാൻ പറ്റില്ല. അതെ അതെ, ഇത് നമുക്ക് ചേരുന്നില്ല എന്ന് മാത്രമേ ഒരു സംവിധായകന് പറയാൻ പറ്റുള്ളൂ. എന്ത് ചേരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവര് പിന്നെ നമ്മൾ പറയുന്നതല്ലേ അവര്. അപ്പൊ അവരിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ട്രിപ്പ് ഇവരെല്ലാരും തന്നു എന്നുള്ളതാണ്. അവര് പെർഫോം ചെയ്ത് അത് പിന്നെ ഭയങ്കര റിപ്പൾസീവ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റേ റിഫ്ലക്സീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട്. കാരണം നേരത്തെ മനീഷ് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്. ലക്കിലി ആ ഒരു ഭയങ്കര കോമ്പീറ്റൻസി ഉള്ള പെർഫോമേഴ്സ് ആണ്. അപ്പൊ അവരിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അത് ആ പെർഫോമൻസ്. ഞാൻ ശരിക്കും ആസ്വദിച്ചു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. രണ്ട് മറ്റേ അപ്പുറത്തെ ഷൈനും ശ്രീകാന്തേട്ടനും ആ ഒരു ഗ്യാങ്ങും, ഇതുപോലെ സുധിയും ഹക്കീമും കതിറും ഒരു ഗ്യാങ്. അപ്പോൾ ഈ സുഹൃത്തുക്കളാണ്. അപ്പൊ ഈ രണ്ട് സുഹൃത്ത് സംഘങ്ങളും അന്യോന്യം ഭയങ്കര കോൺട്രിബ്യൂട്ടീവായിട്ട് പെർഫോം ചെയ്യായിരുന്നു. ആ പെർഫോമൻസ് ഞാൻ ആസ്വദിച്ചു. ഇതായിരുന്നു സത്യം. പിന്നെ കൂടുതലും പെർഫോമൻസ് ഓറിയന്റേഷൻസ് എല്ലാം നടന്നിരിക്കുന്നത് പ്രീ പ്രൊഡക്ഷനിലാണ്. ഒരുപാട് സംസാരങ്ങൾ അത് തന്നെയാണ് എനിക്ക് വർക്കായിട്ടുള്ളത് എപ്പോഴും. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് കൂടുതൽ സംസാരിക്കുക, സെറ്റിൽ വരുമ്പോൾ പിന്നെ വണ്ടേഴ്സ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുക, ആസ്വദിക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നിയത് എൻ്റെ ഈ ചെറിയ എക്സ്പീരിയൻസിൽ. അപ്പൊ അത് വാവോളം തന്നിട്ടുണ്ട് ഇവര്. പെട്ടെന്ന് പറയുമ്പോൾ മീശ, ഇപ്പൊ ഹരീഷ് അങ്ങനെ തന്നെ ഫേമസ് ഒരു നോവലാണ്. ഞാൻ തന്നെ ഇത് തുടക്കത്തിൽ മീശയുടെ അഡാപ്റ്റേഷനാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമല്ലോ, അതൊന്ന്. രണ്ടാമത് ഇപ്പം ഈ സിനിമ കാണാനിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇത് എന്ത് ജോണർ പടമാണ്, എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്തായാലും ട്രെയിലർ വന്നതിന് ശേഷം പോലും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്തായാലും ട്രെയിലറിലുണ്ട്. എന്താണ് സിനിമയെ കുറിച്ച് ആ രീതിയിൽ പറയാവുന്നത്? ഇത് ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ് ഡ്രാമയാണ്. ഇത് മീശ എന്ന നോവലും അല്ല. മീശ എന്ന നോവല് ഹരീഷേട്ടന് മാത്രമായ ഒരു സൃഷ്ടിയാണ്. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. യാതൊരു ബന്ധവുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആൺ സൗഹൃദം എന്നുള്ളത് കൊണ്ടും മീശ എന്ന ടൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ലക്ലി മീശ എന്ന സിനിമയ്ക്ക് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം മീശ എന്നുള്ളത് നമ്മുടെ കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേരാണ്. കാരണം നമ്മൾ പറയുന്നത് ആൺ സൗഹൃദവും അവർക്കിടയിൽ ഇമോഷൻസും ഈഗോയും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് മീശ എന്നുള്ള ടൈറ്റിൽ വന്നു. ഇത് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ക്രൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോമിസാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രില്യൻ പെർഫോമൻസസ്, എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസ് അൺമാച്ചിങ് ആണ്. അതൊരു പ്രോമിസാണ്. പിന്നെ ഇതിൻ്റെ എൻവയോൺമെൻറ്റ്, ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിറഞ്ഞ ഒരു ജേണി ആയിരുന്നു. ഇതിൻ്റെ ഓരോ സ്പോട്ടുകളും, അതായത് കാട്ടിൽ പോയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാർ എൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ആ കാട്ടിൽ പോയിട്ട്, അത് കാടല്ല, യഥാർത്ഥ കാട്ടിൽ പോകുമ്പോഴുള്ള ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ഭയങ്കര കണക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഒറിജിനൽ ഫീലിംഗ് ഉണ്ടല്ലോ. നോവേർ നമുക്ക് കിട്ടാത്ത എന്തോ ഒരു ഒറിജിനൽ ഫീലിംഗ് ഉണ്ട്. ഒരു ചെറിയൊരു ത്രെട്ടൊക്കെ ഉണ്ടാവും അതിനകത്ത്. ഒരു മിക്സഡ് ഫീലിങ്സ് ആണ്. ഒരു മനുഷ്യനില്ലാതെ 1 കിലോമീറ്റർ ഉള്ളിലോട്ട് കാട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഫീൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ കാട്ടിലാണെങ്കിൽ അത് 2-3 പേരുണ്ടെങ്കിൽ കൂടെ കാട്ടിൽ കിട്ടുന്നത് ഭംഗി, എൻ്റെ ഇടയിൽ ത്രെട്ട്, നല്ല ഓക്സിജൻ ശ്വസിക്കുന്നതിൻ്റെ എനർജി, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ട്. ഈ ഒരു ഫീല് ശരിക്കും നമ്മൾ അകത്ത് പോകണം എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരും ചെന്നെത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദാമക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് കുട്ടിക്കാനം അടുത്താണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അകത്താണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹെക്ടർ കണക്കിന് 5000 ഹെക്ടർ കൊണ്ടാണ്. കാടാണ്. അതിലൂടെ കയറി പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ നമുക്ക് വണ്ടി കൊണ്ടു. എന്നിട്ട് ഓഫ് റോഡ് ഒരു 40-45 മിനിറ്റ്സ് ഓഫ് റോഡ് പോകണം. അതിനുശേഷം
ബൈ വാക്ക് ഒരു 10 minutes പോകണം. അട്ട എല്ലാം കടിച്ച് അട്ടയൊക്കെ പൊതിഞ്ഞിട്ടാണ് പോവാ. അങ്ങനെ പോയി അഡ്വഞ്ചറസ് ആയിരുന്നു. all 25 days was adventurous there. So for me, ഈ പടം തുടങ്ങിയ ഫസ്റ്റ് ഡേയിல ഇருந்து അഡ്വഞ്ചർ. ബിക്കോസ് തമിഴില് മോർണിംഗ് 6:30 to ഈവനിങ് 6:30 കോൾ ടൈം. ഇവിടെ മോർണിംഗ് 6:30 സ്റ്റാർട്ട് ചെയ്ത് എക്സൈറ്റഡ്, ഓക്കെ ഫസ്റ്റ് ഡേ ലെറ്റ്സ് ഡു. ഈവനിങ് 6:30 ആയി എങ്ങനെ ടുഡേ. Then every day this one call sheet is from 6:30 to night 10 o'clock. They said like this is a normal call sheet. Normally So I'll go sleep by 11:30. Then after that again 5 o'clock we'll have to get up. This is total routine. So enakku it is new, but it is not like I can't do it, but I was not prepared. அப்ப எனக்கு தெரியல அந்த மாதிரி ஒரு கால் டைமோட இது on everyday basis னு I didn't know. So அதுனா அப்புறம் வாகமன் ஃப்ரம் இது சென்னையில இருந்து வரவங்களுக்கு வாகமன் மூணார் இஸ் ஆல் லைக் ஃபுல் டூரிஸ்ட் டெஸ்டினேஷன். I told my friends 25 days வாகமன்ல தான் இருப்பேன், நீ வந்து வா நம்ம வாகமன்ல சில் பண்றோம் ஓகே அப்படின்னு. போய் 4 daysல I called them back. It's like வந்துராத because I don't even have time to sleep because மார்னிங் 6:30 ஒரு காடு வண்டி வந்து பிக் செய்துட்டு இந்த மூட்டையெல்லாம் கொண்டு போய் ஷூட்டிங் லொகேஷன்ல விட்டு நைட்டு லைட் எல்லாம் போய் 10 o'clock மறுபடியும் திருச்சி வரும். அது வரைக்கும் ஃபாரஸ்டுக்குள்ள டவர் இல்ல, எங்கேயும் நம்மளை காப்பாற்ற முடியாது. இன் சென்னை ஓகே எவ்ரிவேர் இன் சவுத் மழை, இஃப் இட் இஸ் ஹெவி ரெயின் வாட் தே வில் டு பேக் அப். First day, I saw, okay, they were not prepared. Second day, at least they'll cancel the shoot. No. Mara varum, they'll open 2 tents. Everyone should come inside. Like the hen and all those will be inside. hug together and sleep. Artist സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഹഗ് ചെയ്യുന്നത്. Artist ആയിട്ട് ഒരു പ്ലസ് because of the costume privilege, we can sit in the stand in the center. അപ്പോ മഴ total ആവും, it will not be over. Small drizzling. They'll open the tent again. Let's go. Then I'll be like, what? On a day-to-day basis for 20 days on a cliff. அப்போ இட்ஸ் லைக் சார் we are in the cliff. இன்னும் கொஞ்சம் காற்று வேகமா அடிச்சா எல்லாம் கிளிஃப்ல இருந்து போகும். Daily it was like total adventure. Then after that I fixed this film is only adventure. Come on, morning they'll take us in the jeep, daily safari ride, trekking, adventure, we can finish and come. ഒരു തവണ മറ്റേ കതിർ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു, ഇത് ഇപ്പോ നമ്മള് എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കതിർ തന്നെ നോക്കുമ്പോ ക്യാമറമാൻ അതിനൊക്കെ ഒരുപാട് താഴെ ഇങ്ങനെ നിക്കുന്നുണ്ട്, ഇത്തിരി ക്യാമറയും വെച്ചിട്ട്. സുരേഷ് ഇത് വേറെ എന്ത് പറയാ. One rope to cameraman, one rope to me, and I'm hanging in a tree. If you see down, no sir, you will faint. Can't even see the land. அப்போ it's like இங்க அந்த ஷார்ட் ரியல் லொகேஷன்ல இதுன்னு எடுத்து. ஆமா, அந்த வீடியோ எல்லாம் பார்த்துட்டு எங்க அம்மா இதெல்லாம் தேவையா, ஒன்னும் பரவாயில்ல தமிழ்லயே அப்படிங்கிற ஸ்டேட்டுக்கு she came. But when I'm thinking about that, yesterday also I was seeing those videos, like it was, now if I'm thinking it was a അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത് പറഞ്ഞപ്പോൾ കതിരോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മലയാള സിനിമ ഒത്തിരി കാണുന്നുണ്ടാവുമല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം തമിഴ് എന്ന് പറഞ്ഞത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, വലിയ ബോണ്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇപ്പം മലയാളികൾ കേൾക്കുന്ന പാട്ടാണെങ്കിലും തമിഴ് സിനിമ മലയാളം സിനിമ പോലെ തന്നെയാണ് കാണുന്നത്. തമിഴിൽ ഇപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പം പലതടക്കമുള്ള പല ആളുകൾ ദുൽഖറൊക്കെ അവിടെ കൂടി ആക്റ്റീവ് ആവുന്ന ആക്ടേഴ്സായി. ഈ മലയാള സിനിമ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയത് എപ്പോ മുതലാണ്? നേരത്തെ പറഞ്ഞല്ലോ കോളേജിലൊന്നും. I think my first Malayalam films, I think Ishq, on the time only I started. Like if someone's yaracha இந்த படம் சூப்பரா இருக்கு அப்படின்னு சொல்றப்போ we'll go start watching. அப்படிதான் it started. Then after that weekly Malayalam filmsல OTTல என்ன வருதுன்னு started watching. Iratta and Joseph, everything in the COVID and all, only Malayalam. Where my mom, dad, everyone will sit, Malayalam padama podu. Illa Malayalam padave podu. So there is this moments of thrill, life to
வீட்டில் உட்காந்து பார்த்து ஒன் வீக்ல ஒரு 3 மலையாளம் ஃபிலிம்ஸ் வீல் சி கோவிட்ல. அப்போ எனக்கு மலையாளம் பெருசா தெரியாது, அட்லீஸ்ட் ஐ நோ த டோன். மை மாம் அண்ட் ஆல் ஒரு எக்ஸ்போஷர் அபவுட் மலையாளம் ஆல்சோ, they will also sit and watch மலையாளம் ஃபிலிம்ஸ். அப்போ ஒரு பாயிண்ட்ல they started liking still. ஏதாவது இப்போ மலையாள படம் வருதுன்னா, ஓ மலையாள படம் பண்றியா, they get excited right now when I'm doing மலையாளம் films also. ஏன்னா இங்க contents and everything feels different, celebration is different, and right now I've started watching many films, like I've seen JJJ, Thudarum, இப்போ Basil Joseph's പൊന്മാൻ, Shushma Darshini. Ponman I still didn't watch. And I wanted to watch Padakkalam or Padakkalam. Yeah. So been following everything, right? ഈ ഇപ്പൊ തമിഴിന്റെ കാര്യത്തിൽ ഇപ്പൊ തമിഴിൽ വരികയാണെങ്കിൽ ഇപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിജയ് സേതുപതി ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഏറ്റവും ക്ലോസ്, ഒന്നുകിൽ ക്ലോസ് ബഡ്ഡി, ബ്രദർ, അങ്ങനെ 2 ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പം കേരളത്തിൽ സംബന്ധിച്ചോളം ഇവർ വലിയ ആരാധകരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ഫസ്റ്റ് അപ്പോ ഇങ്ങ തമിഴിൽ എല്ലാവരും ഫുൾ തമിഴ് പാട്ട്, ഫുൾ കമേഴ്ഷ്യൽ പക്ക ബീറ്റ് സോങ്സോടെ ഫാൻസ് ഇങ്ങ കുറേ ആൾക്കാരുണ്ട്. നൈസ് എമോഷണൽ തമിഴ് സോങ്സ്, എല്ലാ തമിഴ് സോങ് ഞാൻ കേട്ടതേ ഇല്ലാതെ തമിഴ് സോങ് എല്ലാം ഇങ്ങ ഇൻഡി തമിഴ് സോങ് തേ ഹിയർ. இப்போ സംടൈംസ് ഐ എം ഗെയിമോட ഷൂട്ട് കഴിഞ്ഞ് പോറപ്പോ നഹാസ് he'll play പക്ക സൂപ്പർ കുത്ത് തമിഴ് songs, morning enjoyable, 6 o'clock morning we'll finish, he'll pump up in the morning itself, like all super Tamil songs he'll put in the car while going. அப்போ எனக்கு இவ்வளோ தமிழ் இங்க மலையாளிஸ் லவ்னு எனக்கு தெரியாது. பட் இப்போ ரீசெண்ட் டேஸ்ல லைக் ஃபர்ஸ்ட் பிகாஸ் த க்ரூ அண்ட் எவ்ரி ஒன், ஐ ஹவ் நெவர் ஃபெல்ட் ஓகே ஐ எம் கம்மிங் ஃப்ரம் அ டிஃப்ரெண்ட் பிளேஸ் அண்ட் ஆல் தோஸ். இங்க வந்ததுல இருந்து ஐ ஃபெல்ட் ஹோம். அண்ட் எவ்ரி டைம் when I wanted to come to Kochi, one thing I'll be prepared, I'll call everyone. Where Kerala I have saved, Kerala I'll type in the contact list, everyone I'll text, chata evadunde appadina, then eat good food. I'll come here, put like 2 kgs, eating parota, beef curry, and then only go and the mari I'll eat. And but here they love cinema, and if it is a good film, I have a feeling not much promotion is needed. If the film is good, they will itself go talk about it and make the film big. இப்போ எனக்கு தமிழ்ல இது தெரியுது, கீர்த்தியோட ஃப்ரெண்ட்ஸ் இங்க ஒரு படம் நல்லா இருக்கு அப்படின்னா they will come and talk about it. So அப்போ ஃபர்ஸ்ட் மைண்ட் will go like இன்னைக்கு போய் அந்த படத்தை பார்த்துடணும் அப்படின்னு. And even I've not watched it, I know the title of all the films which I've got released. ஆவேஷம் இங்க when we were shooting, it was raining on the day. நான் மட்டும் தனியா ஃபோர்ட் கொச்சியில் ஒரு தியேட்டர்ல நான் மட்டும் போய் தனியா உட்காந்து I saw that film and came back to the room by 2 o'clock. I didn't sleep for till 6:45 or 5:45. அந்த பெர்ஃபார்மன்ஸ் போய் என்ன பண்றாங்கன்னே புரியல. அடிப்பொலி பெர்ஃபார்மன்ஸஸ். Then I started questioning like when you will do something like this. So every film is exciting in one way. And இப்போ தமிழ்ல இருக்கிற நல்ல கமர்ஷியல் ஃபன் திங்ஸ் இங்க மலையாளம் ஃபிலிம்ஸ்ல they are adapting. இங்க இருக்கிற கண்டென்ட் ட்ரிவன் செலிப்ரேஷன் ஆஃப் லைஃப் தமிழ்ல they are adapting. Nice collaboration between Tamil and Malayalam is happening. ടെക്നീഷ്യൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം അൻപ് എല്ലാവരും ഗിരീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാവരും, അതായത് പകുതി മലയാളി പകുതി തമിഴ് മിക്സ് ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞോണ്ട് ഇപ്പൊ ഫഹദൊക്കെ ശരിക്കും തമിഴിൽ പോയിട്ട് അവിടെയും ഒരു പ്രധാനപ്പെട്ട ഒരു റോളിലേക്ക് വരുന്നു. തമിഴിനും കൂടി ഇപ്പം മാമന്നനും ഇതൊക്കെ വന്ന സമയത്ത് തമിഴിനും ഭയങ്കര ഫെമിലിയർ ആണല്ലോ. അങ്ങനെ ശരിക്കും ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ആക്ടറിനെ സ്പെസിഫിക് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട് ഇപ്പൊ ഫഹദിനെയൊക്കെ പോലെ പെർഫോമൻസ്? ഇത് തമിഴിലും മലയാളത്തിലായിട്ട്. தமிழ்ல அது எனக்கு லைக் ஒவ்வொருத்தட்டையும் ஒன் பர்சன்ல ஐ லைக் ஈச் திங். when I did Vikram Vedha, Seduna's likability in the performance, he adds that. அது ஸ்கிரிப்டில் இல்லைனாலும்
he will add the likability to the character himself to make the audience like the character. I learned that from them. இப்போ ஒரு விக்ரம் வேதாள there will be a shot. ஒரு ஐஸ்கிரீம் வாங்கிட்டு வரப்போ ஒரு பார்ட்டி ரைட்ல உட்காந்துருப்பாங்க. அப்போ he will while coming he'll talk to the party or wink at the party and come. ஒரு கண்ணடிச்சிட்டு he'll come. அது ஒரு likability factor. So and he always tells me whatever என்ன ஐடியா இல்லை என்ன உனக்கு தோணினாலும் even if it is not working, even if the director is saying no, even if the director is feeling you are stupid, tell it. So I've started telling. Now I'll come and ask, sir இந்த மாதிரி பண்ணலாமா? I'm like director say இல்ல இது செட் ஆகாது, but I'll keep telling. But some things have worked, some things have worked good for me when I'm telling. And Vijay sir, his body language and actions in action sequence, it to see in the set itself it will be good. So andamari I actually wanted to work with Bhagat sir, Tovino and all those to know how they are processing a character, what they are doing. Even the directors here, Avesham, without the director and the actors collaboration 100% it not have happened. And to make the industry itself big, it is. And I've also seen one Bhagat sir's interview where all the small upcoming actors he is supporting to make the industry big and do good films from here. That is actually very inspiring also. ഇത് വിക്രമേധ മെൻഷൻ ചെയ്തുകൊണ്ട് അറിയാം. ഇപ്പം സുശീലാണെങ്കിലും പുഷ്കർ ഗായത്രി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരു ലേണിംഗ് അൺലേണിംഗ്, അത് ഈ പറഞ്ഞ മാരി സെൽവരാജ്, പുഷ്കർ ഗായത്രി അവരൊക്കെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ആക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Because Pushkar and Gayatri, even Pariyaram Perumal, I know everything on a real incident behind Pariyaram Perumal about Marina's life before performing. So I keep interacting and directing, speaking to the director off screen. So ella emotions I'll know. Sulal, it is like first Pushkar Gayatri will sit and brief the character and manasla namma enna yosikkirathu mudakondu they'll tell every backstory even if it is there not in the series. So that actually helps to push our performances to the next thing. And Sulal ஒரு boat sequence எல்லாம் வந்துச்சு, அதுக்கு யாரும் இன்ஸ்ட்ரக்ஷனே இல்லை, பிகாஸ் கம்யூனிகேஷன் இல்லை, இட்ஸ் ஆல் ட்ரோன், எங்கெங்கயோ கேமரா இது இருக்கு. ஸோ அதெல்லாம் வந்து எவ்ரி ஆக்டர்ஸ் வில் பி ஆன் பாயிண்ட் டு பெர்ஃபார்ம் தேயர் ஸ்டஃப். மினிமம் கேரண்டி இட் வில் நாட் கோ ராங் ஈவன் இஃப் இட் இஸ் நாட் கமிங் கிரேட். ஸோ தட் இஸ் ஒன் மீனிங். அண்ட் தேல் ட்ரஸ்ட் இன் த ஆக்டர்ஸ். யூ டூ, லெட்ஸ் சி. After that, if there is any change, they'll tell. So you will try to impress them. And the appreciation for actors from the director, I am telling you, that is what actually I try every time to impress or see the reaction of the director and the cameraman after the shot. Edo or edathula ido appo director cameraman if they are thinking, I'll itself go ask one more before they are deciding itself. So andha mari, but it's very interesting, it's very healthy is what I. ഖദറിന്റെ എല്ലാ സിനിമ എടുത്ത് നോക്കിയാൽ അതിലൊരു ഭയങ്കര റൂട്ടഡ് ആണ്. ഈ പറയുന്ന നമ്മളിപ്പം ഈ പറയാവുന്ന വളരെ സട്ടിലായിട്ട് റൂട്ടഡ് ആയിട്ട് ആ ക്യാരക്ടേഴ്സ് ചെയ്യുന്നറിയാം. അതിന് ഈ പറയുന്ന ഇതിനൊരു ആക്ടർ ആ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി, ഇപ്പൊ ഈ സ്ക്രിപ്റ്റിന് പുറത്തേക്ക് ഇതിന് എന്തൊക്കെ ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇയാൾ എങ്ങനെ ജനിച്ചു, ഇയാളുടെ ബാക്ക് ഡ്രോപ്പ് എന്തായിരുന്നു, ഫാമിലി ഹിസ്റ്ററി, ഇതിനുവേണ്ടിയുള്ള ഒരു പാരലൽ ട്രാവൽ അങ്ങനെ ചെയ്യുമോ? അതൊരു പ്രിപ്പറേഷൻ ആണോ? എന്താണ് അത്ര റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ക്യാരക്ടർ? അത് പ്രിപ്പറേഷൻ ഇല്ല. எனக்கு இது வரைக்கும் நான் ஸ்கூல்ல படிச்சிருக்கிறப்போ தமிழ் ஐ வில் நாட் ரீட். ஐ ஹவ் நெவர் ரெட் தமிழ். இப்போ ஸ்கிரிப்ட் someone will read or my dad will sit and read. அப்போ they will read and tell as a story. I'll go write and come. பப்ளிக் எக்ஸாம் கூட அப்படிதான் இருந்துச்சு. ஸோ ஐ லவ் டு லிசன் அண்ட் அது எனக்கு பிடிச்சிருந்தா it will be there in my mind even for 10 years. I can tell at least 10-20% of this film which I like. ஒரு 10 வருஷம் முன்ன கேட்ட கதை I can tell right now, at least the idea. அது I don't know, but அந்த ரியல் லைஃபோட எனக்கு I've lived in hostel all my life, from first standard till 12th hostel, அதுக்கப்புறம் காலேஜ் ஹாஸ்டல்,
ஸோ எனக்கு வெளியில் எக்ஸ்போஷர் கிடையாது, கிரிக்கெட் விளையாண்டதில்லை. லைஃப்பில் ஒரு ஃபிலிம்ஸ் வரக்கு முன்னாடி 15 ஃபிலிம்ஸ் தான் ஃபிலிம்ஸே பார்த்துருக்கேன். I don't have any knowledge about films. I don't know any director. Pushkar and Gayatri itself, I don't know. When I met them, I don't know they are directors. After 1.5 years, I'll regularly talk to them. I'll regularly go show my films and stuff, but I don't know they are directors because they were extremely sweet. ரொம்ப இதுவாக இருக்கிறதுனால எனக்கு மனசு இல்லை போய் நீங்கள் என்ன பண்ணுறீங்கன்னு, நீங்கள் என்ன பண்ணுறீங்கன்னு தெரிஞ்சு பழகணுங்கிற ஆசை இல்லைங்கிற இதில் it was like that. But for me, like, I had the best journey from where I started. I'm learning. I've learned. I've got better. I will get better. That is the only thing I'm looking for. ഈ ഇതിലേക്ക് വരുവാണ്, മീശയുടെ കാര്യത്തിൽ തന്നെ വരുവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ തിയേറ്ററിക്കൽ സിനിമയാണോ OTT സിനിമയാണോ എന്നുള്ളൊരു ഡിസ്കഷൻ എപ്പോഴും വരുമല്ലോ. ഇപ്പോൾ OTT ഇപ്പം ഇതിനൊരു തിയേറ്ററിക്കൽ ഡിസൈൻ ഉണ്ടല്ലോ. നമ്മളൊരു ഓഡിയോ വിഷ്വൽ മീഡിയ എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇതിന്റെ പശ്ചാത്തലം, ഇതിന്റെ പെർഫോമൻസ് എന്നുള്ളതിനപ്പുറത്ത് വിഷ്വലി തന്നെ ഒരു തിയേറ്റർ ഡിസൈനിൽ പ്ലാൻ ചെയ്ത സിനിമ എന്നുള്ളത് എനിക്കാണോ? തീർച്ചയായിട്ടുമാണ്. സിനിമ തിയേറ്ററിക്കൽ ആവണം എന്നുള്ളതിന്റെ ചലഞ്ചിന്റെ നടുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിനിമ മനീഷ് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് തിയേറ്ററിക്കൽ സിനിമ തന്നെയാണോ എന്ന് നിർബന്ധമായിരുന്നു. അവിടുന്ന് അതുമൊക്കെയാണ് ശരിക്കും നമ്മളെ ഇങ്ങനെ ഒരു എൻവയൺമെന്റിലേക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. സിംപ്ലി ഒരു നാട്ടിൽ നിന്നുള്ളൊരു കഥയല്ല ഇത്. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ളത് തീർച്ചയായും അതിൻ്റെ അകത്തൊരു ഘടകം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇതിന് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിട്ടുള്ളത്. സൗണ്ടിങ്ങും എൻവയൺമെൻറ്റും അധികം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതുമയുള്ളൊരു ഇടം, പരിസരം അതിന് ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഒബ്വിയസ്ലി അത് മാത്രമായി സിനിമ നിൽക്കില്ല. അതിൻ്റെ കൂടെ പെർഫോമൻസിൻ്റെ ഒരു ചേരുവ കൂടി വരുമ്പോൾ വളരെ ഒരു ഡൈനമിക് ആയിട്ടുള്ളൊരു കോണ്ടന്റ് രൂപപ്പെട്ടു വരുമെന്നുള്ളൊരു അത് സിനിമ തുടങ്ങി നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സീനുകളിൽ പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി. സംസാരിക്കുമ്പോഴൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇവരിൽ അതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുടെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. നമ്മൾ എക്സൈറ്റഡ് ആയി, ഇത് വർക്കാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് സീനുകളിൽ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരിസരം ഭയങ്കരമായിട്ട് നേരത്തെ മനുഷ്യ ചോദിച്ച കറക്റ്റ് ഒരു ചോദ്യമായിരുന്നു. അതായത് ആ രാത്രിയുടെ ഇന്റൻസിറ്റി, രാത്രിയാണ് ഇവരുടെ ഇന്റൻസ് സീനുകളെല്ലാം, പെർഫോമൻസും അവരുടെ ട്രബിൾസ് ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ വളരുന്നതൊക്കെ രാത്രിയാണ്. അപ്പോൾ അത് ആ രാത്രി തന്നെ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ളത് ആ പ്രകൃതിയുടെ കോൺട്രിബ്യൂഷൻ. പ്രകൃതി അന്നും അതുപോലെ തന്നെയായിരുന്നു. ഇടക്കിടക്ക് ചെന്നം പിന്നെ മഴ, പിന്നെ കാറ്റടിക്കും. അപ്പോൾ കാറ്റത്തൊക്കെയാണ് നമ്മൾ ഇവർ നിന്ന് പെർഫോം ചെയ്തിട്ടുള്ളത്. മഴയും കാറ്റും ഒക്കെ ഇങ്ങനെ ചിലതൊക്കെ കൊണ്ടുകൊണ്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അപ്പൊ അത് പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡിസൈൻ തന്നെയാണ് വേറെ തോട്ടില വന്ന ടൂറ് ട്രിപ്പ് ഓക്കെ വാഗമൺ കദർ അടുത്ത പടം കൂടി മലയാളത്തിലാണല്ലോ ചെയ്യുന്നത്. അയാം ഗെയിമിനെ കുറിച്ച് ഇപ്പൊ പറയാവുന്ന എന്താ? ഇപ്പോ we have started shooting, but it's a very interesting thing to work on. Like இது ரெண்டும் வேற வேற டிஃப்ரெண்ட் ஸ்கேல்ல டிஃப்ரெண்ட் எக்ஸ்பீரியன்ஸ் இருக்கு ஃபிலிம்ஸ். நஹாஸ் வச்சு அண்ணே எதையும் சொல்லிடாதீங்கண்ணே கேட்பாங்க, சொல்லிடாதீங்க அப்படின்னு சொல்லுவேன். இல்லை ஓகே அப்படின்னு சொல்லி. Nahas is also like very sweet to work. Jimshika, everyone is very sweet to work. ഈ ശരിക്കും ഇപ്പൊ നോക്കണ നേരത്തെ ഇപ്പം പൃഥ്വി ആണെങ്കിലും ഫഹദ് ആണെങ്കിലും രണ്ട് ഇൻഡസ്ട്രിയിലും കണക്ട് ചെയ്താ വർക്ക് ചെയ്യുന്നതും ചെയ്തിരുന്നതും. നമ്മൾ പെട്ടെന്ന് രണ്ടുപേരുടെ പേര് ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ. കതിർ അങ്ങനെ മലയാളം കൂടി കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഗംഭീര സിനിമ വന്നാൽ ഇവിടെയും ചെയ്യണം അവിടെയും ചെയ്യണം, അങ്ങനെ ഒരു പ്ലാനിലാണോ? മലയാളത്തിലെ ഒരു പ്ലാൻ, അങ്ങനെ ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ടോ? இப்போ மலையாளத்துல நல்ல ரைட்டர்ஸும் நல்ல ஸ்கிரிப்ட்ஸும் ஃபிட்டர்ஸ் இருந்தா I can pitch it and do it in Tamil, Malayalam also. Expand, like people are accepting good contents everywhere in whatever the language it is. So when Misha works, IM Game works, then ഞാൻ കതിറിന്റെ ഇന്റർവ്യൂ ഭയങ്കര രസമായിട്ടുണ്ട്. ദങ്കൽ കണ്ട സമയത്ത് ഇതുപോലൊരു സിനിമ അങ്ങനെ അത് മറ്റു സിനിമ അത്രയും ഇൻസ്പയർഡ് ആവുന്ന, അല്ലെങ്കിൽ ഒരു ആക്ടറിനെ അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു വേറൊരു ഫിലിം തിയേറ്ററിൽ പോയി കാണുന്നത്. ലൈക്ക് അതർ ആർട്ടിസ്റ്റ് ഫിലിംസ്, അതർ ആർട്ടിസ്റ്റ്, ഈവൻ ശ്രീകാന്ത് ഏട്ടൻ in this film, if I think from how he is and
in the effort for a character what he has put in, I love to do that. அது ஒரு பெரிய ஹை அது. And this film, it is like ஒரு travel. I like traveling. இப்போ ஒரு ஸ்தலத்துக்கு போய் அதை எக்ஸ்பீரியன்ஸ் பண்ணிட்டு வந்து இங்க ஃப்ரெண்ட்ஸ் கிட்ட சொல்றப்போ இருக்க ஒரு ஹை இருக்குல்ல, தட் இஸ் வாட் ஃபிலிம் கிவ்ஸ், ஒரு கேரக்டர் கிவ்ஸ். இப்போ மீஷா കഴിഞ്ഞ് ஒரு ഷൂട്ട് കഴിഞ്ഞ് നിയർലി ഗോയിങ് ടു ബി ലൈക്ക് ഒരു 7-8 months. ബട്ട് വെൻ വി തിങ്ക് അബൌട്ട് ദറ്റ് ഫാൾസ്, വെള്ളത്തില് ചാടുற സീന് ഒരു ഫാൾസിൽ എടുത്തത്, அந்த எக்ஸ்பீரியன்ஸ் can't match it, and I still get excited when I talk about it. So ஒரு ஆக்டரோட பெர்ஃபார்மன்ஸ், ஒரு படத்தோடது, when I see, I'll be like, what am I doing? When I'll do that, will I be able to do? இப்படி ஒன்று பண்ணிட முடியுமாங்கிற ஒரு எஃபர்ட், ஒன் ஸ்டெப், ஒரு டு புஷ் ourselves to do something like that happens in everything. താങ്ക് യു. ഇപ്പോൾ മലയാളത്തിൽ ഇനിയും ഗംഭീര സിനിമകൾ ഈശ ഒരു സ്റ്റാൻഡ് ഓപ്പണിംഗ് ആയി മാറട്ടെ. താങ്ക് യു. Thank you so much. Thank you. Thank you.